ബേസിക് അക്കൗണ്ടിങ് ടേംസ്. ഈ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ ഓരോ ഇപ്പോൾ ഹാൻഡ് ബോൾ, ഫ്രീ കിക്ക്, കോർണർ കിക്ക്, ത്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുട്ബോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഓരോ ഏരിയയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജീസ് ഉണ്ടാവും. ഈ ടേംസ് ടെർമിനോളജീസിനെ നമ്മൾ പറയും അല്ലെങ്കിൽ ഇത് അവിടെ ഓരോ സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്വയർ ഫീറ്റ്, പ്ലിന്ത് ഏരിയ, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടേംസ് ടെർമിനോളജീസാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ആദ്യത്തെ ഇത് വീഡിയോ നമ്പർ 2 ആണ്. വീഡിയോ നമ്പർ 1 വാട്ട് ഈസ് അക്കൗണ്ടിങ്, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്, വാട്ട് ഈസ് ബിസിനസ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കാണണം. വെൽക്കം ടു ദ സെക്കൻഡ് വീഡിയോ ഓഫ് അക്കൗണ്ടിങ് ബ്രിഡ്ജ് കോഴ്സ് presented by Ignite Institute of Commerce. ഞാൻ CA Shabab K, a chartered accountant having more than 10 years of practice and teaching experience. So I welcome you all once again to the second session of Accounting Bridge course. Basic accounting terms. അപ്പോൾ അക്കൗണ്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ്, ടേംസ്, സ്പെഷ്യൽ വാക്കുകൾ, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസിനെയാണ്. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ പറഞ്ഞു ഡീലിങ്സിൻ്റെ ബിസിനസ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ട്രാൻസാക്ഷൻ എക്സാമ്പിൾ സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ക്യാഷ് ഡെപ്പോസിറ്റഡ്, ക്യാഷ് റിസീവ്ഡ്, ഗുഡ്സ് സോൾഡ്, ഗുഡ്സ് പർച്ചേസ്ഡ്, ക്യാഷ് വിഡ്രോൺ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ഇതൊക്കെ ട്രാൻസാക്ഷൻസിന് എക്സാമ്പിളാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരാം. ട്രാൻസാക്ഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ബിറ്റ്വീൻ പേഴ്സൺസ്. മണിയോ മണീസ് വേർത്തോ, പണമോ പണത്തിന് തുല്യമായ വേറെ എന്തെങ്കിലുമോ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോട്ടു ഈസ് ആൻ എംപ്ലോയി ഓഫ് ഡുണ്ടു ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലെ എംപ്ലോയിയാണ് ചോട്ടു. അപ്പോൾ ചോട്ടുവിന് സാലറി ഇങ്ങോട്ട് കിട്ടി, ക്യാഷ് കിട്ടി. എന്തിനാണ് ചോട്ടുവിന് സാലറി കിട്ടിയത്? അവൻ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്ത സർവീസിൻ്റെ റിവാർഡായിട്ടാണ്. അപ്പോൾ സർവീസ് എന്ന് പറഞ്ഞൊരു മണീസ് വർത്ത്, പണത്തിന് മൂല്യമുള്ളൊരു സാധനം ചോട്ടു അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് ചോട്ടുവിന് ഇങ്ങോട്ട് സാലറി എന്ന് പറഞ്ഞ മണി കിട്ടിയത്. അപ്പോൾ സർവീസ് എന്ന് പറഞ്ഞ മണീസ് വർത്തിന് പകരമായിട്ട് സാലറി എന്ന് പറഞ്ഞ മണി കിട്ടി. മണി ആൻഡ് മണീസ് വർത്ത് എക്സ്ചേഞ്ച് ആയി അല്ലേ. അതുപോലെ തന്നെ ബാബു ഗുഡ്സ് സെല്ല് ചെയ്തു. ബാബുവിന് ഗുഡ്സ് സെല്ല് ചെയ്തപ്പോൾ ബാബുവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. അപ്പോൾ ഗുഡ്സ് പറഞ്ഞാൽ മണീസ് വർത്ത്, പണത്തിൻ്റെ മൂല്യമുള്ള ഒരു സാധനമാണ് അല്ലേ. ക്യാഷ് പറഞ്ഞാൽ മണിയാണ്, മണി വർത്ത് എന്തായി, എക്സ്ചേഞ്ച് ആയി അല്ലേ. ഇനി അതേപോലെ തന്നെ മണിയും ആവുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള പൈസ നമ്മൾ ബാങ്കിലിട്ടു. അപ്പോൾ ബാങ്കിലുള്ള പൈസയും മണി തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊരു ട്രാൻസാക്ഷനാണ്. അതേപോലെ തന്നെ മണീസ് വർത്തും ആവാം. മണീസ് വർത്തും എങ്ങനെ ആവുക, നമ്മൾ സാധനം മേടിച്ചു, അല്ലെങ്കിൽ സാധനം ഗുഡ്സ് വിറ്റു. എങ്ങനെ, ക്യാഷിനല്ല ക്രെഡിറ്റിന്, കടത്തിന് വിറ്റു. അപ്പോൾ നമ്മളെ ഗുഡ്സ് പോയി, മണീസ് വർത്ത് പോയി. പകരം നമുക്ക് പൈസ കിട്ടാനുള്ളൊരു കസ്റ്റമർ, അവൻ്റെ കയ്യിൽ നമുക്ക് പൈസ കിട്ടാണ്ട്, അത് ക്യാഷ് അല്ല, കിട്ടാനുള്ള പൈസയാണ്. അതിന് നമ്മളെ അക്കൗണ്ട്സിൽ പറയുന്ന ഡെപ്റ്റേഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ള ആൾ, പൈസ തരാനുള്ള ആൾ. അതും എന്താണ്, നമ്മുടെ ഒരു മണീസ് വർത്ത് ആണ്. മണീസ് വർത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മണീൻ്റെ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ആ എക്സ്ചേഞ്ച് ഏത് തമ്മിലാണ്, മണീസ് വർത്തും തമ്മിലാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ഓഫ്, ബേസിക് അക്കൗണ്ടിങ് ടേമിലെ ഒന്നാമത്തെ ഐറ്റാണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ബിറ്റ്വീൻ പേഴ്സൺസ്, or simply it is dealings in a business. ഇനി അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസിനെയും ഇവൻറ്റ്സിനാണ്. അക്കൗണ്ടിങ് is the art of recording, classifying, summarizing in a significant manner and in terms of money, transactions and events അല്ലേ. അപ്പോൾ ഇവൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റ് ഈസ് നത്തിങ് ബട്ട് ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ നിങ്ങളൊരു ഫാൻ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അത് നിങ്ങൾ 1000-ന് വാങ്ങിയതാണ്. 1000-ന് വാങ്ങി അത് 1100 സെല്ല് ചെയ്തു. 1000 rupees-ന് നിങ്ങളത് വാങ്ങി 1100-ന് നിങ്ങളത് സെല്ല് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ജസ്റ്റ് വാട്ട്, അതെന്ത് മാത്രമാണ്, അത് ട്രാൻസാക്ഷൻ മാത്രമാണ്. ദിസ് ഈസ് ട്രാൻസാക്ഷൻ നമ്പർ 1, ദിസ് ഈസ് ട്രാൻസാക്ഷൻ നമ്പർ 2. ഇനി 1000-ന് വാങ്ങിയ ഫാന് നിങ്ങൾ 1100-ന് സെല്ല് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ പ്രോഫിറ്റ് ഓഫ് 100 റൈറ്റ് അല്ലേ. നിങ്ങൾക്കൊരു 100 പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു 100 പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് എന്താണ്, ആ പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ, ഇവൻറ്റ്. പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇവൻറ്റ്. കേട്ടോ, പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇവൻറ്റ്. പ്രോഫിറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഇവൻറ്റ്. വി കോൾ ഇറ്റ് ഇവൻറ്റ്. പ്രോഫിറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇവൻറ്റ്. അപ്പോൾ ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇവൻറ്റ് എന്നാണ് പറയുക കേട്ടോ. വി കോൾ ഇറ്റ് ഇവൻറ്റ്.
ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇവൻറ്റ് ഇതാണ് നമ്മൾ പറയുക കേട്ടോ. അപ്പോൾ ട്രാൻസാക്ഷൻ എന്താ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ടേമാണ് എന്ത്? ഇവൻറ്റ് ഈസ് ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ. ഇനി ഗുഡ്സ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? വിൽക്കാൻ വെച്ച സാധനങ്ങൾ കാണാൻ പറ്റും അല്ലേ? ഒരു പച്ചക്കറി കടയിൽ പോയാലോ വിൽക്കാൻ പറ്റിയ സാധനങ്ങൾ കാണാൻ പറ്റും. ഒരു മാനുഫാക്ചർ, ഇപ്പോൾ അപ്പോളോ ടൈസ് എന്താ ഉണ്ടാക്കുന്നത്? ടയർ. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ഐറ്റംസിന്, ആ ഐറ്റംസ് എന്തായിരിക്കും? ടാഞ്ചിബിൾ ആയിരിക്കും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അവർക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് അവർക്ക് ഉണ്ടാവും കേട്ടോ. അവർക്ക് എന്തുണ്ടാവും? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ടാഞ്ചിബിൾ ഐറ്റത്തിന് അല്ലെങ്കിൽ കൊമോഡിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ഗുഡ്സ്. വി കോൾ ദം ഗുഡ്സ്. ഗുഡ്സ് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആർട്ടിക്കിൾസ് ഓർ കൊമോഡിറ്റീസ് ഇൻ വിച്ച് ദ ബിസിനസ് ഡീൽസ്. ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റം ഓർ കൊമോഡിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഗുഡ്സ്. ബിസിനസ് ഡീൽ ചെയ്യുന്ന ഐറ്റം ആയിരിക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഷോപ്പിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അത് ടാഞ്ചിബിൾ ആയിട്ടാണ്. പക്ഷേ ആ കമ്പ്യൂട്ടർ ഷോപ്പിലെ കമ്പ്യൂട്ടർ അവർ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്, അത് അവർക്ക് ഗുഡ്സാണ്. കമ്പ്യൂട്ടർ ഷോപ്പിൽ ഫർണിച്ചറോ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഫർണിച്ചർ അവർക്ക് ഗുഡ്സ് അല്ല. കാരണം അത് അവർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഫർണിച്ചർ ഷോപ്പിൽ കമ്പ്യൂട്ടർ ബില്ലിങ്ങിന് വേണ്ടി വാങ്ങിയതാണ്, വിൽക്കാൻ വേണ്ടി വാങ്ങിയതല്ലോ. അപ്പോൾ ഫർണിച്ചർ ഷോപ്പിലെ കമ്പ്യൂട്ടർ ടാഞ്ചിബിൾ ആണെങ്കിലും ഗുഡ്സ് അല്ല. ഫർണിച്ചർ ഷോപ്പിലെ ഫർണിച്ചർ എന്താണ്? ഗുഡ്സാണ്. ഫേർണിച്ചർ ഷോപ്പിലെ ഫേർണിച്ചർ എന്താണ്? ഗുഡ്സാണ് അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ബിസിനസ്സിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് 3 രീതി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഏതൊക്കെ രീതി നമുക്ക് ചെയ്യാൻ പറ്റും? ട്രേഡറായിട്ടും മാനുഫാക്ചറായിട്ടൊക്കെ അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡറായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രേഡർക്കും മാനുഫാക്ചറർക്കും മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഗുഡ്സ് ഉണ്ടാവുള്ളൂ. ഗുഡ്സ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ട്രേഡർക്കും മാനുഫാക്ചറർക്കും മാത്രമേ ഗുഡ്സ് ഉണ്ടാവുള്ളൂ. സർവീസ് പ്രൊവൈഡർക്ക് എന്തുണ്ടാവില്ല? ഗുഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റം ഓർ കൊമോഡിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗുഡ്സ്. ഗുഡ്സ് ട്രേഡർക്കും മാനുഫാക്ചറർക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇപ്പോൾ ഫർണിച്ചർ ഷോപ്പിൽ ഫർണിച്ചർ ഗുഡ്സ് ആണെന്ന് വിചാരിച്ചിട്ട് കമ്പ്യൂട്ടർ ഷോപ്പിൽ ഫർണിച്ചർ ഗുഡ്സ് അല്ല. കമ്പ്യൂട്ടർ ഷോപ്പിൽ കമ്പ്യൂട്ടർ ഗുഡ്സ് ആണെന്ന് വിചാരിച്ച് ഫർണിച്ചർ ഷോപ്പിൽ കമ്പ്യൂട്ടറും ഗുഡ്സ് അല്ല. അപ്പോൾ വാട്ട് ഈസ് ഗുഡ്സ് ടു വൺ എൻറ്റിറ്റി, വാട്ട് ഈസ് നോട്ട് ഗുഡ്സ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെ നേച്ചറൊക്കെയാണ് കേട്ടോ. ആ ബിസിനസ്സിൻ്റെ നേച്ചറും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടാണ് എന്താണ് ഗുഡ്സ് എന്ത് ഗുഡ്സ് അല്ല എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ സർവീസ്. സർവീസ് പറഞ്ഞാൽ ഇപ്പോൾ ഇഗ്നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ഈസ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ സർവീസ്, ബാങ്ക് ഈസ് പ്രൊവൈഡിങ് ബാങ്കിങ് സർവീസ്, അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ് ഈസ് പ്രൊവൈഡിങ് ഇൻഷുറൻസ് സർവീസ്. അപ്പോൾ സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു അതുര സേവന പ്രവർത്തനം അങ്ങനത്തെ ആ ഒരു സർവീസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. ഇൻടാഞ്ചിബിൾ ആയൊരു കാര്യമാണ് എന്ത്? സർവീസ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, റെൻറ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിത്ത് എ നെയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചറായിട്ട് ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻടാഞ്ചിബിൾ നേച്ചറായിട്ടുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സർവീസ്. സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ, റെൻറ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിത്ത് എ നെയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചറായിട്ട് ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സർവീസ്. സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ, റെൻറ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിത്ത് എ നെയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അതാണ് സർവീസിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ, റെൻറ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിത്ത് എ നെയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സർവീസ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നൗ വി ആർ ഡിസ്കസിങ് ദ ബേസിക് അക്കൗണ്ടിങ് ടേംസ്: ട്രാൻസാക്ഷൻ, ഇവൻറ്റ്, ഗുഡ്സ്, സർവീസ്. നെക്സ്റ്റ്, ഏതൊരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്തും ഓണേഴ്സ് അല്ലേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓണേഴ്സ് ആ ബിസിനസ്സിലോട്ട് ഒരു എമൗണ്ട് കൊണ്ടുവരണം. ദ എമൗണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. ഏതൊരു ബിസിനസ്സിലോട്ടും ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ക്യാപിറ്റൽ. എന്താ പറയുക? ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ദ ബിസിനസ്. ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അതിൽ 5 crore ആണ് അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടത്. അതിൽ 3 crore അതിലെ പാർട്ട്നേഴ്സ് കൊണ്ടുവന്നായിരുന്നു. ആ 3 crore നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. അപ്പോൾ ഓരോ ബിസിനസ്സും പല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ സിംഗിൾ പേഴ്സൺ ഡൂയിങ് ദ ബിസിനസ് ആണ് അല്ലേ, പ്രൊപ്പറേറ്ററാണ്. അപ്പോൾ ആ പ്രൊപ്പറേറ്ററുടെ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ. അതുപോലെ
പാർട്ട്ണർഷിപ്പ് ഓർ LLP. എടാ ഏതാണ് പാർട്ട്ണർഷിപ്പ് ഓർ LLP? പാർട്ട്ണർഷിപ്പ് ഓർ LLPൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് പറഞ്ഞാൽ സിംഗിൾ പേഴ്സൺ ഡൂയിങ് ദ ബിസിനസ് അല്ലേ, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ വ്യക്തിയാണ് ആ ബിസിനസ് ചെയ്യുന്നത്. അയാളാണ് ഓണർ, പ്രൊപ്പറേറ്ററാണ് ഓണർ. അയാളുടെ ക്യാപിറ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പ്രൊപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ. എന്താ പറയുക, പ്രൊപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഓർ LLP ഉണ്ടാവും. ഈ പാർട്ട്ണർഷിപ്പ് ഓർ LLPയിലെ ഓണേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക, പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുക. വട്ട് വി കോൾ ദം, പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുക. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എന്താ വിളിക്കുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ സെറ്റ് അല്ലേ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതുപോലെ ദർ ഈസ് കമ്പനി. കമ്പനീൻ്റെ ഓണേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കമ്പനീൻ്റെ ഓണേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സ്. കമ്പനീൻ്റെ ഓണേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പ്രൊപ്പറേറ്ററാണ് ഓണർ, അവൻ്റെ ക്യാപിറ്റൽ പ്രൊപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സാണ് ഓണർ, അവൻ്റെ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സാണ് ഓണേഴ്സ്, അവരുടെ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ദെൻ അത്രേ ഉള്ളൂ. ഇനി ഓണേഴ്സ് ബിസിനസ്സിലോട്ട് ക്യാഷ് തന്നെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ദേ ക്യാൻ ബ്രിങ് ഇൻ കൈൻഡ് ആൾസോ. ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരണമെന്നില്ല, ഇൻ കൈൻഡ് ആയിട്ടും അവർക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലിനെ കൊണ്ടുവരാം. അതിലൊന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ നെക്സ്റ്റ് വൺ ആണ് എന്താ അറിയോ, അസെറ്റ്. എടാ എന്താണ് അസെറ്റ്? ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് അസെറ്റ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ഡ്രസ്സ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, ഷൂ അല്ലേ, ഇതൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ആണ്. റിസോഴ്സ് മീൻസ് ഹാവിങ് വാല്യൂ. അസെറ്റ് ഈസ് എ റിസോഴ്സ്. അസെറ്റ് പറഞ്ഞാൽ ഇറ്റ്സ് എ റിസോഴ്സ് മീൻസ് ഹാവിങ് സം വാല്യൂ. കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. അതിന് ഇപ്പോൾ ഐ ഓൺ ഇറ്റ്, ഐ കൺട്രോൾ ഇറ്റ് അല്ലേ. ഐ ഓൺ ദിസ് പെൻ, ഐ കൺട്രോൾ ഇറ്റ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റെസ്ട്രിക്ട്, ഐ ക്യാൻ ഡിസൈഡ് ഹൂ ഹാസ് ടു യൂസ് ദിസ് പെൻ അല്ലേ. ആരൊക്കെ ഈ പേന യൂസ് ചെയ്യണമെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരൊക്കെ ഒരു ഐറ്റം യൂസ് ചെയ്യണമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുക, കൺട്രോൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ എനിക്ക് കൺട്രോളുള്ള സാധനങ്ങളെ, ഞാൻ ഓൺ ചെയ്യുന്ന സാധനങ്ങൾ ജനറലി ഞാൻ കൺട്രോൾ ചെയ്യും. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഓൺ ചെയ്യുക എന്നാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം, എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ലാത്ത സാധനങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. അത് ഏതൊക്കെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അസറ്റ് ഒരു റിസോഴ്സാണ്, അത് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഐ ഓൺ ദാറ്റ് കേട്ടോ. അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ് അറൈസിങ് ഫ്രം പാസ്റ്റ്. മുമ്പ് പാസ്റ്റ് നിന്നുണ്ടായതാണ് ഈ അസറ്റ്. എന്താ ഈ പാസ്റ്റ് നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ, മുമ്പ് നീ ഒരു അസറ്റ് ഉണ്ടാക്കി, പണ്ട് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, അപ്പോൾ നമുക്ക് ബിൽഡിംഗ് ഉണ്ടായി. അല്ലെങ്കിൽ പണ്ട് നീ ബിൽഡിംഗ് വാങ്ങി അല്ലേ, മുമ്പ് നീ വാങ്ങി അല്ലെങ്കിൽ മുമ്പ് നീ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ അസറ്റ് ഉണ്ടായത്. വിച്ച് വിൽ ഗീവ് ഇക്കണോമിക് ബെനിഫിറ്റ്. അതിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്തുണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാക്കും. ഓക്കെ, ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. എടാ ഫ്യൂച്ചർ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു മെഷീനറി ഉണ്ട്, നമുക്ക് അത് വെച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ലാൻഡ് ഉണ്ട്, അത് ലീസിന് കൊടുത്താൽ നമുക്ക് റെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ക്യാഷ് ഉണ്ട്, അത് വെച്ച് എന്ത് ചെയ്താലും നമുക്ക് ലാഭം ഉണ്ടാവും. അപ്പോൾ അസറ്റ് ഈസ് എ റിസോഴ്സ് controlled by the business. Using it, entity is expecting to, entity ആണ് business, is expecting to make profit in the future. ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വാല്യൂ ഉള്ള റിസോഴ്സുകളെ, ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന വാല്യൂ ഉള്ള റിസോഴ്സുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അസറ്റ്. അസറ്റ് ഈസ് എ റിസോഴ്സ്. അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. അത് ആരാ കൺട്രോൾ ചെയ്യുന്നത്, ബിസിനസ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടായതാ, അറൈസിങ് ഫ്രം പാസ്റ്റ് നിന്നുണ്ടായതാണ്. വിച്ച് വിൽ ഗിവ് ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അത് ഫ്യൂച്ചറിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും, ഇക്കണോമിക് ബെനിഫിറ്റ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഫ്യൂച്ചറിൽ ഇക്കണോമിക് ബെനിഫിറ്റ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അസറ്റ് ഈസ് എ റിസോഴ്സ്, അസറ്റ് ഒരു റിസോഴ്സാണ്. കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. അതിനാര് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബിസിനസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അറൈസിങ് ഫ്രം പാസ്റ്റ്, അത് പാസ്റ്റ് നിന്നുണ്ടാവുന്നതാണ്. വിച്ച് വിൽ ഗിവ് ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, ഇക്കണോമിക് ബെനിഫിറ്റ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഫ്യൂച്ചറിൽ ഇക്കണോമിക് ബെനിഫിറ്റ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഫ്യൂച്ചറിൽ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ് അറൈസിങ് ഫ്രം പാസ്റ്റ് വിച്ച് വിൽ ഗിവ് ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെഷീനറി ഉണ്ട്, അത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്യൂച്ചർ പ്രോഫിറ്റ് കിട്ടുക, അപ്പോൾ നമുക്കൊരു മെഷീനറി ഉണ്ട്, അത് വെച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റാൽ നമുക്ക് ലാഭം ഉണ്ടാവും. അതുപോലെ അത് സെല്ല് ചെയ്ത്, ആ മെഷീനറി അതേപോലെ സെല്ല് ചെയ്താൽ നമുക്ക് ലാഭം ഉണ്ടാവും. മെഷീനറി റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റെൻറ്റ് കിട്ടും, അത് നമുക്ക് ലാഭമാണ് അല്ലേ. അതുപോലെ അത് എക്സ്ചേഞ്ച് ചെയ്താൽ മറ്റൊരു അസറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിനെ നമ്മൾ കൊടുക്കാൻ ഒരു ലാബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടി വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം കേട്ടോ, യൂസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ യൂസ് ചെയ്യാം നമുക്ക്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് കേസ്. ഇനി അസറ്റ് നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തെ രീതി, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് ഗേൾസ് ബോയ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യാം.
അതേ കുട്ടികളെ തന്നെ ഡേ സ്കോളേഴ്സ് അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അല്ലേ. അതേ കുട്ടികളെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ എന്ന് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഒരേ കുട്ടികളെ തന്നെയാണ് നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരേ കുട്ടികളെ തന്നെയാണ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താ ടാഞ്ചിബിൾ അസറ്റ്സ്? അസറ്റ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ എക്സിസ്റ്റൻസുള്ള അസറ്റ് ലാൻഡ്, മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ, എക്യുപ്മെൻറ്റ്, പ്ലാന്റ്, ഇതൊക്കെ എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി ടച്ച് ആൻഡ് സീൻ. ഓക്കെ, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ടാഞ്ചിബിൾ അസറ്റ്സ്. എന്താ പറയുക, ടാഞ്ചിബിൾ അസറ്റ്സ്. ദോസ് അസറ്റ്സ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെ പറയുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇനി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിത്തൗട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് സോഫ്റ്റ്വെയർ, ഗുഡ് വിൽ. ഗുഡ് വിൽ പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ വാല്യൂ, റെപ്യൂട്ടേഷൻ ഒക്കെ പറയുന്ന പേരാണ് എന്ത്, ഗുഡ് വിൽ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടേക്ക് ദ കേസ് ഓഫ് സേ ഫോർ എക്സാമ്പിൾ അഡിഡാസ്. അഡിഡാസ് പറഞ്ഞ കമ്പനിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട് അല്ലേ. നൈക്കി, ഇതിനൊക്കെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട് അല്ലേ. ഹോട്ട്സ്റ്റാർ, ഈ കമ്പനിക്കൊക്കെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, എ ഗുഡ് ഇമേജ് ഇൻ ദ മൈൻഡ് ഓഫ് പബ്ലിക്. അതിനെ പറയുന്ന പേരാണ് എന്ത്, ഗുഡ് വിൽ. കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് പറഞ്ഞാൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ലൂസിഫർ മൂവി ആശീർവാദ് സിനിമാസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആശീർവാദ് സിനിമാസിന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലിറ്റററി വർക്ക് എക്സ്ക്ലൂസീവായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കോപ്പിറൈറ്റ്. എന്താ പറയുക, കോപ്പിറൈറ്റ്. പാറ്റൻറ്റ് എന്താ പറഞ്ഞാൽ, പാറ്റൻറ്റ് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ AK-47 അത് പാറ്റൻറ്റിലൊരു കമ്പനി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൊറോണ വന്നപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ച കമ്പനികളുണ്ട് അല്ലേ. അപ്പോൾ ഈ വാക്സിൻ എല്ലാവരും ഇറക്കാണ് ചെയ്തത്? അല്ല, നിങ്ങൾ കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി നിങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെൻറ് തരുന്ന സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് റൈറ്റിനെ പറയുന്ന പേരാണ് എന്ത്, പാറ്റൻറ്റ്. പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്കൊക്കെ എക്സ്ക്ലൂസീവ് റൈറ്റാണ്. അത് നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്നതാണ്. കോപ്പിറൈറ്റ് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് ലിറ്റററി വർക്കുമ്പോൾ തരുന്നതാണ്. എന്ന് പറഞ്ഞാൽ കലാപരമായ സാഹിത്യപരമായ ഒരു വർക്കുമ്പോൾ തരുന്നതാണ് എന്ത്, നമ്മുടെ കോപ്പിറൈറ്റ് പറഞ്ഞാൽ. ട്രേഡ് മാർക്ക് പറഞ്ഞാലോ, ഇപ്പോൾ നമ്മൾ പല ട്രേഡ് മാർക്ക് ഉണ്ട് അല്ലേ. പിഗ്നേറ്റ് ഈസ് എ ട്രേഡ് മാർക്ക്. അപ്പോൾ ആ ട്രേഡ് മാർക്ക് എന്താ, ഒരു ബ്രാൻഡ്, സിമ്പൽ, പിക്ചർ, ടെക്സ്റ്റും ഒക്കെ തരുന്നതാണ് ട്രേഡ് മാർക്ക്. ആ ട്രേഡ് മാർക്ക് ബ്രാൻഡ്, ഇപ്പോൾ നമ്മൾ നൈക്കിൻ്റെ ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് അറിയാം അല്ലേ. യെസ്. അപ്പോൾ ആ ട്രേഡ് മാർക്ക്, അഡിഡാസിൻ്റെ ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് അറിയാം. ആ ട്രേഡ് മാർക്ക് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് ഒരു സിമ്പൽ, പിക്ചർ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് യൂസ് ചെയ്യാനുള്ള റൈറ്റാണ് ആക്ച്വലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ട്രേഡ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാറ്റൻറ്റ് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി എക്സ്ക്ലൂസീവായിട്ട് യൂസ് ചെയ്യാനുള്ള റൈറ്റിനെ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനുള്ള റൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പാറ്റൻറ്റ്. സ്ട്രീമിംഗ് റൈറ്റ്. ഇപ്പോൾ ഓരോ മൂവിയും എന്ത് ചെയ്യും, നമ്മുടെ ഓരോ പ്ലാറ്റ്ഫോമുകൾക്ക് സെല്ല് ചെയ്യും. അപ്പോൾ ആ ഓരോ പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ IPL ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ, ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്. ലാൻഡിങ് റൈറ്റ്. എയർപോർട്ടുകളിൽ പോയിക്കാണ്ടേ, ഇത് പേപ്പർ വിമാനം പറത്തല്ല, എയർപോർട്ടിൽ പോയിട്ട് ഒരു വിമാനം ഇറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡിങ് റൈറ്റ്സ് വേണം ആ പർട്ടിക്കുലർ എയർപോർട്ടിൽ. അപ്പോൾ ഈ ലാൻഡിങ് റൈറ്റ് ഒക്കെ എന്താണ്, ദാറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അതൊക്കെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അസറ്റുകൾ നമുക്ക്, അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. അതിൽ നിന്ന് എൻറ്റിറ്റി ഈസ് എക്സ്പെക്ടിങ് ടു മേക്ക് പ്രോഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അസറ്റ് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. അതേപോലെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് അസറ്റിനെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ. ഒരേ ക്ലാസ്സിലെ കുട്ടികളെ ബോയ്സ് ഗേൾസ് എന്നും അതുപോലെ തന്നെ ഡേ സ്കോളേഴ്സ് ഹോസ്റ്റലേഴ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന പോലെ അസറ്റിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് ആൻഡ് നോൺ കറണ്ട്. കറണ്ട് അസറ്റ്സ് ആണ് ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. നമുക്ക് ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് എന്ത്, കറണ്ട് അസറ്റ്. ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ജനറലി റെഫേഴ്സ് ടു എ പീരിയഡ് ലെസ് ദാൻ 1 ഇയർ. വിത്തിൻ 1 ഇയർ ഒക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കറണ്ട് അസറ്റ്സ്. അതിന് എക്സാമ്പിളാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ച ഗുഡ്സ്, ഇതൊക്കെ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് അല്ലാത്ത ലോങ് ടേമുക്ക് നമ്മൾ യൂസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് എന്ത്, നോൺ കറണ്ട് അസറ്റ്സ്. ഓക്കെ, നോൺ കറണ്ട് അസറ്റ്സ് ആർ ലോങ് ടേം അസറ്റ്സ് അതർ ദാൻ കറണ്ട് അസറ്റ്സ്. അതിന് എക്സാമ്പിളാണ് ലാൻഡ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി ഒക്കെ കേട്ടോ. ലാൻഡ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി ഒക്കെ നോൺ കറണ്ട് അസറ്റ്സിന് എക്സാമ്പിളാണ്. കറണ്ട് അസറ്റ്സിന് എക്സാമ്പിളാണ് ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ് ഒക്കെ. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് എന്ത്, കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ് പറഞ്ഞാൽ അസറ്റ്സ് അതർ ദാൻ കറണ്ട് അസറ്റ്സ്. ലാൻഡ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി ഒക്കെയാണ് നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ അസറ്റുകളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ കാറ്റഗറൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട്, നോൺ കറണ്ട് കാറ്റഗറൈസേഷനും ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കുക. നെക്സ്റ്റ്, അസറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആരും അറിയോ, ലാബിലിറ്റി.
എന്താ ലാബിലിറ്റി? നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, അപ്പോൾ ആ ലോൺ നമ്മൾ തിരിച്ചെടുക്കണ്ടേ അല്ലേ? അപ്പോൾ ദർ ഈസ് ആൻ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ്, കടമ, കർത്തവ്യം, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ SBI ബാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോൺ എടുത്തു 5 lakh. അപ്പോൾ ആ ലോൺ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചടക്കണം. അപ്പോൾ അവിടെ എന്തുണ്ട്? നമുക്ക് ദർ ഈസ് ആൻ ഒബ്ലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ അല്ലേ? മോണിറ്ററി നേച്ചറിൽ മണി ഫോമിലുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഒബ്ലിഗേഷൻ മീൻസ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് ടു ബി സെറ്റിൽഡ് ഇൻ ദ ഫ്യൂച്ചർ അല്ലേ? ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ ഔട്ട്ഫ്ലോ. അപ്പോൾ അസറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു മെഷീൻ ഉണ്ടെങ്കിൽ അത് വിറ്റാലോ റെൻറ്റിന് കൊടുത്താലോ എക്സ്ചേഞ്ച് ചെയ്താലോ ഒക്കെ ഒരു ഇൻഫ്ലോ ആണ് വരിക. അസറ്റ് വിൽ ഗിവ് യു ഇൻഫ്ലോ അല്ലേ? ഐ ഹാവ് എ ഫോൺ, ദിസ് ഈസ് മൈ അസറ്റ്, ദിസ് വിൽ ഗിവ് മി ആൻ ഇൻഫ്ലോ. ഞാൻ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ ഞാൻ ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യുക ചെയ്യേണ്ടത്. ആ സെറ്റിൽ ചെയ്യുക പറഞ്ഞാൽ ദാറ്റ് ഇൻവോൾവ്സ് ആൻ ഔട്ട്ഫ്ലോ, ക്യാഷ് പുറത്ത് പോവുക ചെയ്യുക അല്ലേ? അപ്പോൾ ലാബിലിറ്റി എന്താണ്? ഇറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ. മോണിറ്ററി നേച്ചറിലുള്ള ഒരു ഒബ്ലിഗേഷനാണ്. അതെന്ത് ചെയ്യണം നമ്മൾ? ടു ബി സെറ്റിൽഡ് ഇൻ ദ ഫ്യൂച്ചർ. അത് ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യണം. ഓക്കെ, ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ ഔട്ട്ഫ്ലോ. അവിടെ ഒരു ഔട്ട്ഫ്ലോ സംഭവിക്കും. ഇനി ലാബിലിറ്റിനെ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് liabilities to be settled within the short period of time. Short period of time generally refers to 1 year. അപ്പോൾ ഷോർട്ട് പീരീഡിനകത്ത് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റിനെ പറയുന്നത് പറയുന്നത് അറിയോ? കറൻറ്റ് ലാബിലിറ്റി അഥവാ ഷോർട്ട് ടേം ലാബിലിറ്റി. വിത്തിൻ ഷോർട്ട് പീരീഡ് നമ്മൾ സെറ്റിൽ ചെയ്ത് വിടേണ്ട ലാബിലിറ്റികളെ പറയുന്ന പേരാണ് കറൻറ്റ് ലാബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലാബിലിറ്റി. അതുപോലെ തന്നെ ലോങ് ടേമിൽ ഷോർട്ട് ടേമിലല്ല ലോങ് ടേമിൽ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റികളെ പറയുന്ന പേരാണ് എന്തറിയോ? നോൺ കറൻറ്റ് ലാബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി. എന്താ വിളിക്കുക? നോൺ കറൻറ്റ് ലാബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി. നോൺ കറൻറ്റ് ലാബിലിറ്റി ഓർ ലോങ് ടേം ലാബിലിറ്റി. അപ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റി കറൻറ്റ് ലാബിലിറ്റി. ലോങ് പീരീഡിൽ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? നോൺ കറൻറ്റ് ലാബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി. അപ്പോൾ ലാബിലിറ്റി പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ, മോണിറ്ററി നേച്ചറിലുള്ള ഒബ്ലിഗേഷനാണ്. അത് ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യണം. ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ ഔട്ട്ഫ്ലോ. അതിലെന്തുണ്ട്? ഒരു ഔട്ട്ഫ്ലോ ഉണ്ട്. ലാബിലിറ്റി എങ്ങനെയൊക്കെ ആവാം? ലാബിലിറ്റി വിത്തിൻ 1 year സെറ്റിൽ ചെയ്യുന്നതാവാം. അതുപോലെ തന്നെ ആഫ്റ്റർ ലോങ് ടേമിൽ സെറ്റിൽ ചെയ്യുന്നതാവാം. അപ്പോൾ വിത്തിൻ 1 year സെറ്റിൽ ചെയ്യുന്ന ലാബിലിറ്റി കറൻറ്റ് ലാബിലിറ്റി, ലോങ് ടേമിൽ സെറ്റിൽ ചെയ്യുന്ന ലാബിലിറ്റി നോൺ കറൻറ്റ് ലാബിലിറ്റി. അപ്പോൾ അസറ്റ് റിസോഴ്സ്, ലാബിലിറ്റി ഒബ്ലിഗേഷൻ. അസറ്റ് നമുക്ക് എന്താണ്ടാവുക? ഇൻഫ്ലോ. ലാബിലിറ്റി എന്താണ്ടാവുക? ഔട്ട്ഫ്ലോ. അതുപോലെ തന്നെ അസറ്റ് ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് തരും. ലാബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് എന്താ അറിയോ? ഡ്രോയിങ്സ്. ഈ സെഷനിലെ ലാസ്റ്റ് കൺസെപ്റ്റാണ് ഡ്രോയിങ്സ്. ഓണർ ബിസിനസ്സിലോട്ട് എന്തൊക്കെ കൊണ്ടുവന്നാലും അതിന് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ഈ ഓണർ തിരിച്ച് എന്തൊക്കെ സാധനം ബിസിനസ്സിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞാലും അതിനെന്ത് പറയും? നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ അസറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലാബിലിറ്റി. അതുപോലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ഈസ് ഇവിടുന്ന് അല്ലേ? ഓണർ വീട്ടിൽ നിന്ന് എന്തൊക്കെ ബിസിനസ് കൊണ്ടുവന്നാലും അത് ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ബിസിനസ്സിന് എന്തെല്ലാം കാര്യങ്ങൾ തിരിച്ചെടുത്താലും അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്രോയിങ്സ് എന്ന് വിളിക്കും. അപ്പോൾ ക്യാപിറ്റൽ ക്യാൻ ഓൾസോ ബി ക്യാപിറ്റൽ ക്യാഷ് ആയിട്ടും ഗുഡ്സ് ആയിട്ടും എനി അതർ അസറ്റ് ആയിട്ടും കൊണ്ടുവരാം. ഡ്രോയിങ്സും ഇതുപോലത്തെ എന്ത് ചെയ്യാം? സംഭവിക്കാം കേട്ടോ. അപ്പോൾ എനി എമൗണ്ട് ഓർ അതർ അസറ്റ് ടേക്കൺ ഓവർ ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. ഓണർ ബിസിനസ്സിൽ നിന്ന് തിരിച്ചെടുക്കുന്ന എന്ത് സാധനത്തിനെയും നമുക്ക് എന്ത് പറയാം? ഡ്രോയിങ്സ് എന്ന് പറയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ബിസിനസ്സിലേക്കാണ്. ബിസിനസ്സിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നതിനെ പറയുന്നത് പറയുന്നത് ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് ഡിസ്കസ് ചെയ്തത്. 7 ബേസിക് അക്കൗണ്ടിങ് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെഷനിൽ ബാലൻസ് ടേംസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിർബന്ധമായിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ദ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണാം. ടേക്ക് കെയർ.